ഇന്നിപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് മാത്രം ഇട്ട് വെക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് മാറ്റാനായിട്ട് നമുക്ക് ഇതിൽ ഞാനൊരു 250 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു അര സ്പൂണ് ഉലുവപ്പൊടി, പിന്നെ ഇത് ഒരു ഗ്ലാസ് റവയാണ്, അത് ഞാൻ കുതിർത്തി വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസ് അവല്, അതും കുതിർത്തി വെച്ചതാണ്. ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റാണ്. അതിൽ ചേർക്കാനായിട്ട് നാളികേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂന്നും കൂടി അരച്ചെടുക്കാം. റവയും പിന്നെ അവലും നാളികേരം കൂടി അരച്ച് നമുക്ക് ഈ ഗോതമ്പ് പൊടിയിൽ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയായ ദോശയാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നാളികേരം അവലും റവയും കൂടി അരച്ച് ചേർത്ത് കൊണ്ടതാണ്. ഇത് ഞാനിപ്പോൾ ഇനി ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. ഭയങ്കര കട്ടി കുറഞ്ഞൊരു ദോശയല്ല. മാവ് കട്ടി കുറഞ്ഞതല്ല, ചെറുതായിട്ടാണ് നമ്മൾ എടുക്കുക. അതിൽ ഇപ്പോൾ ഗോതമ്പ് പൊടിയിൽ നമ്മൾ 250 ഗ്രാം ഗോതമ്പ് പൊടി, പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ളതാണ്. ഒന്നുകൂടി ഇതിൽ വെള്ളം ചേർക്കാനുണ്ട്. അതൊക്കെ ഒന്ന് മിക്സിയിൽ ജാറ് കഴുകി വെള്ളം അതിലേക്ക് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിരിക്കും നമ്മളിങ്ങനെ വെള്ളം ചേർക്കും. ഇപ്പം ഞാനിതിൽ ശരിക്കും ഇങ്ങനെ നമ്മൾ ഇപ്പം അവലും റവയും ഒക്കെ ചേർത്ത കാരണം ഇതിലിപ്പോൾ തന്നെ കുമ്പിളകളൊക്കെ കണ്ട. അപ്പം ഞാനിതിലൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ദോശയ്ക്ക് ഒരു മുരിച്ചിലും ഒക്കെ വരാൻ വേണ്ടി ഇത് ടേസ്റ്റും കൂടുതലുണ്ടാവും. നാളികേരം ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതിനൊരു ശരിക്കും ദോശമാവിന് അപ്പോൾ ഭയങ്കര കട്ടിയല്ല, എന്താ ഈ രീതിയിൽ വേണം നമ്മൾ ദോശ ഇത് കലക്കാൻ. അപ്പം നല്ല ടേസ്റ്റ് ദോശ. ഇപ്പം നമ്മൾ ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് അവലും കുറച്ച് റവയും കുറച്ച് നാളികേരം ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഇപ്പം തന്നെ കുമ്പിളകളൊക്കെ വരണം. ശരിക്കും നമ്മൾ തലേദിവസം ആക്കി വെച്ച പോലെ അരിമാവ്, പിന്നെ അരിയുടെ ഇതുണ്ടല്ലോ, നമ്മൾ അവലൊക്കെ ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക. ഈ ഗോതമ്പ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊക്കെ കഴിക്കും, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നോക്കാം. അപ്പോൾ ചട്ടി ദോശത്തട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതൊരു ഇതായി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എന്തായാലും ഒരു ലക്ഷം ഇത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയാം. അത്ര ടേസ്റ്റാണ് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അത് നമുക്ക് ഒഴിക്കാം. കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്താ ഹോളുകളൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ, നല്ല ടേസ്റ്റ് ചെയ്യുന്നത്. എന്താ ഇതേപോലെ കലക്കണം. അത് ഭയങ്കര കട്ടിയിലല്ല, അതിന് ഒരു ഇടനിധാനത്തിൽ കലക്കിയിട്ട് ഞാൻ കാണിച്ചു തന്നില്ല അതുപോലെ. അപ്പോഴെങ്ങനെ വരില്ല.
ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വളരെ ടേസ്റ്റിയായ ഗോതമ്പ് ദോശ. അത് വെറുതെ ഗോതമ്പ് മാത്രം ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ റവയും അവിലൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് നാളികേരം കൂടി ചേർക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വെറുതെ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് ചിലപ്പോൾ അവർ കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ അവിലൊക്കെ ശരിയില്ല. അപ്പോൾ അത് കാരണം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ വേറൊരു കറിയായിട്ട് നമുക്ക് കാണാം.